നമസ്കാരം. ട്രിപ്പ് പ്ലാനിംഗ് വഴി ബോർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യുവാനാകും. 4 ജോ ചക്കിൽ സ്ക്വയർ പ്ലേറ്റ് സെറ്റ് ചെയ്യുവാൻ, ട്രിപ്പ് പാനിംഗ് ടൂൾ ഉപയോഗിച്ച് 70 മില്ലിമീറ്റർ ഡയമീറ്റർ കട്ട് ചെയ്യുവാൻ, സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡയമീറ്റർ അളക്കുവാൻ. ഈ എക്സർസൈസ് ചെയ്യുവാൻ ആവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ചക്കി, ഡ്രിൽ ചക്ക്, ഡ്രിൽ ബിറ്റ്, ട്രൈ പാനിംഗ് ടൂൾ, ബോക്സ് പാനർ. ഹോളോ കട്ടിംഗ് ടൂളിന്റെ ചുറ്റളവിൽ ലോഹം നീക്കം ചെയ്തുകൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ട്രിപ്പ് പാനിംഗ്. ഒരു ഹോളോ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചാണ് ട്രിപ്പ് പാനിംഗ് നടത്തുന്നത്. മെഷീൻ പവർ പരിമിതമായ ലാർജ് ഡയാമീറ്ററുള്ള ഹോളുകൾ ഡ്രിൽ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ട്രിപ്പ് പാനിംഗ്. കുറച്ച് ചിപ്പുകൾ നീക്കം ചെയ്യപ്പെടുകയും ഹോളുകളിൽ ഭൂരിഭാഗം വസ്തുക്കളും അതുപോലെ തന്നെ നീക്കം ചെയ്യുകയും ചെയ്യാം. വളരെ കനം കുറഞ്ഞ വർക്ക് പീസുകളിൽ വളരെ കുറഞ്ഞ സ്പിൻഡിൽ സ്പീഡിലാണ് ട്രിപ്പ് പാനിംഗ് നടത്തുന്നത്. ശരിയായി അലൈൻ ചെയ്തിരിക്കുന്ന ഒന്നിലധികം ഷീറ്റുകളിൽ ഒരേ സമയം നിർവഹിക്കുവാൻ കഴിയും. അങ്ങനെ അവ വേർതിരിക്കുമ്പോൾ ഓരോ ഷീറ്റിലും ഉൽപ്പാദിപ്പിക്കുന്ന ഹോൾ ഏകീകൃത വലുപ്പത്തിലുള്ളതും എഡ്ജിൽ നിന്ന് ഒരേ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാണ്. ട്രിപ്പ് പാനിംഗ് വഴി ബോർ ഉണ്ടാക്കുന്നതിനുള്ള ക്രമം നമുക്കിപ്പോൾ പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് വർക്ക് പീസിന്റെ അളവുകൾ പരിശോധിക്കുക. 4 ജോ ചക്കിൽ സ്ക്വയർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുക. റഫറൻസ് കോൺസെൻട്രിക് സർക്കിൾ ലൈനിന്റെ തുല്യ ദൂരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 4 ജോകളിലുമായി ജോബ് സെറ്റ് ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിലിൽ ഡ്രിൽ ചക്ക് മൗണ്ട് ചെയ്യുക. ഡ്രിൽ ചക്കിൽ 10 mm ഡയാമീറ്ററുള്ള ഡ്രിൽ ഹോൾഡ് ചെയ്യുക. mm ഡയാമീറ്ററുള്ള ഒരു ബോർ ഉണ്ടാക്കുവാൻ ട്രിപ്പനിംഗ് ടൂളിലേക്ക് ഗൈഡ് പിൻ ഫിക്സ് ചെയ്യുക. ടെയിൽ സ്റ്റോക്കിന്റെ ചക്ക് ഡ്രിൽ ചെയ്യുവാൻ ട്രിപ്പ് പാനിംഗ് ടൂൾ സെറ്റ് ചെയ്യുക. ടൂൾ ഹോൾഡർ ശരിയായ സ്ഥാനത്തും സെന്റർ ഹൈറ്റിലും ക്ലാമ്പ് ചെയ്യുക. ശരിയായ RPM തിരഞ്ഞെടുത്ത് സെറ്റ് ചെയ്യുക. ജോബിന്റെ ഗൈഡ് ഹോളിലേക്ക് ഗൈഡ് പിൻ കയറ്റി വയ്ക്കുക. ക്രമാനുഗതമായ ഡെപ്ത് ഔട്ട്കട്ട് നൽകുന്ന വിധത്തിൽ ടെയിൽ സ്റ്റോക്ക് നീക്കുക. 6 mm ഡെപ്തിൽ 70 മില്ലിമീറ്ററുള്ള ഒരു ബോർ ഉണ്ടാക്കുക.
മെഷീൻ നിർത്തി ഇന്നർ പീസ് നീക്കം ചെയ്യുക. ട്രിപ്പ് പാനിംഗ് ടൂൾ ശ്രദ്ധാപൂർവം പുറത്തേക്കെടുക്കുക. അളവുകൾ പരിശോധിക്കുക. റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ. 4 ജോ ചക്കിൽ സ്ക്വയർ പ്ലേറ്റ് സെറ്റ് ചെയ്യുവാൻ. ട്രിപ്പ് പാനിംഗ് ടൂൾ ഉപയോഗിച്ച് 70 മില്ലിമീറ്റർ ഡയാമീറ്റർ കട്ട് ചെയ്യുവാൻ. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡയമീറ്റർ അളക്കുവാൻ. ട്രിപ്പ് പാനിംഗ് വഴി ബോർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായിരുന്നു നാം ഈ സെഷനിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ കാണാം.